ജസ്റ്റ് Alt F2 കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ ഫിനാൻഷ്യൽ ഇയറിലേക്ക് മാറാം. ചിലർ ഓരോ ഇയറിലെ കമ്പനികളും സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പ്ലിറ്റ് കമ്പനി ഡാറ്റ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള വീഡിയോസ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ടാലിയുടെ ഫുൾ ബാക്കപ്പ് എടുത്ത് വെച്ചതിന് ശേഷം കഴിയുമെങ്കിൽ നിങ്ങളൊരു എക്സ്റ്റേണൽ ഡ്രൈവിലേക്ക് തന്നെ ബാക്കപ്പ് എടുത്ത് വെച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ സ്പ്ലിറ്റിലേക്കൊക്കെ പോകാൻ പാടുള്ളൂ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിൽ എൻട്രി ചെയ്യുന്ന ഒരു കാര്യങ്ങളും നിങ്ങളുടെ പുതിയ കമ്പനിയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരില്ല. കാരണം ഇത് രണ്ടും രണ്ട് കമ്പനി തന്നെയാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കമ്പനി സ്പ്ലിറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മളുടെ കംപ്ലീറ്റ് എൻട്രീസ്, ഈ കഴിഞ്ഞ വർഷത്തെ കംപ്ലീറ്റ് എൻട്രീസ് പോസ്റ്റ് ആയി എന്നുള്ളത് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. വീഡിയോയിലേക്ക് കടക്കുന്നു. അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2018 വരെയുള്ള കമ്പനി നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് വേറെ ആക്കി വെക്കാൻ പറ്റും. അതിനാണ് സ്പ്ലിറ്റ് കമ്പനി ഡാറ്റ എന്ന് പറയുന്നത്. അവിടുന്ന് അങ്ങോട്ടുള്ള കമ്പനി, അതായത് 2019-20 എന്നുള്ള കമ്പനി നമുക്ക് പുതിയതാക്കാൻ പറ്റും. ചിലർക്ക് ഒരു വർഷം ബാക്കോട്ടുള്ള കമ്പനി അവിടെ വെക്കേണ്ടി വരും. അങ്ങനെയുള്ളവർ 18-19 എന്നുള്ള കമ്പനി സ്പ്ലിറ്റ് ചെയ്തിട്ട് വെച്ചാൽ മതി. എന്നിട്ട് പീരീഡ് മാറ്റി ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു കമ്പനി സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായി പറയുന്നത്. കമ്പനി സ്പ്ലിറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മളുടെ കമ്പനിയിൽ ആകെ ഒറ്റ കമ്പനി മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. ഈ കമ്പനി നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് വെച്ച കമ്പനിയിൽ നമ്മൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ Alt F3 എന്നുള്ള ബട്ടൺ, കമ്പനി ഇൻഫോ എന്നാണ് അതിന് ബട്ടൻ്റെ പറയുക. Alt F3 എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. കമ്പനി ഇൻഫോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊരു സ്ക്രീനാണ് വരിക. ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. സെലക്ട്, കണക്റ്റ്, ഷട്ട്, ക്രിയേറ്റ്, ഓൾട്ടർ, സെക്യൂരിറ്റി കൺട്രോൾ, ചേഞ്ച് ടാലി വാൾട്ട്, സ്പ്ലിറ്റ് കമ്പനി ഡാറ്റ. ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിൻ്റെ താഴെയുള്ള നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് ബാക്കപ്പ്. അതിൻ്റെ താഴെയുള്ള റീസ്റ്റോർ നിങ്ങൾ എടുക്കുകയും ചെയ്യരുതെന്ന് ഞാൻ പറയാറുണ്ട്. അറിയുന്നവർ മാത്രമേ റീസ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ബാക്കപ്പ് നിർബന്ധമായിട്ട് ചെയ്യുക. ഈ സ്പ്ലിറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു ബാക്കപ്പ് എടുത്ത് വെച്ചിരിക്കണം. അപ്പോൾ നമ്മളിവിടെ ഈ സ്പ്ലിറ്റ് കമ്പനി ഡാറ്റ എന്നുള്ള ഓപ്ഷൻ നമ്മൾ എൻ്റർ പ്രസ് ചെയ്യുക. സെലക്ട് കമ്പനി ടു സ്പ്ലിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് സ്പ്ലിറ്റ് കമ്പനി ഡാറ്റ എന്നുള്ള ഒരു മെനു ആണ് വന്നത്. അതിൽ സെലക്ട് കമ്പനി, ഏത് കമ്പനിയാണോ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ആ കമ്പനി സെലക്ട് ചെയ്യാനുള്ള മെനു ആണത്. രണ്ടാമത്തെ ഇത് പറയുന്നത് വെരിഫൈ ഡാറ്റയാണ്. വെരിഫൈ ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മളെ കമ്പനിയിൽ എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് നോക്കുവാനുള്ള ഒരു മെത്തേഡാണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കമ്പനിയിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് തന്നെ നമുക്ക് അവിടെ കാണിച്ചു തരും. ഇപ്പോൾ ഇവിടെ നമുക്ക് എറർ കാണിക്കുന്നില്ല, നോ എറേഴ്സ് ഫൗണ്ട് ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സെലക്ട് കമ്പനിയിൽ പോവാം. സെലക്ട് കമ്പനി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊരു സ്ക്രീനാണ് വരുന്നത്. ഇതിൽ സ്പ്ലിറ്റ് കമ്പനി എന്ന് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അതിൽ കമ്പനിയുടെ പേരാണ് ഫസ്റ്റ് വരുന്നത്. നമ്മൾ ആ പേരൊന്നും നമുക്ക് മാറ്റാനൊന്നും കഴിയില്ല. അവിടെ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത കമ്പനി, ഇവിടെ നമ്മൾക്ക് ഒരുപാട് കമ്പനി ഉണ്ടെങ്കിൽ അതിൽ ഏത് കമ്പനിയാണോ സെലക്ട് ചെയ്തത് ആ കമ്പനിയുടെ പേരാണ് ഇവിടെ കാണിക്കുന്നത്. അതിൻ്റെ താഴെ നമുക്ക് സ്പ്ലിറ്റ് ഫ്രം ഏതാണ്, നമ്മളിപ്പോൾ ഓൾറെഡി ഒരു എൻട്രി നമ്മൾ 2019 ചെയ്തതുകൊണ്ടാണ് ഓൾറെഡി ഇത് 1/4/2019 എന്ന് പറഞ്ഞ് വന്ന് നിൽക്കുന്നത്. ചിലർക്കത് ഫസ്റ്റ് സെപ്റ്റംബർ എന്നായിരിക്കും കാണിക്കുക. നമ്മൾ 30th വരെ ചെയ്തിട്ടുള്ളെങ്കിൽ ചിലപ്പോൾ സെപ്റ്റംബർ വരെ ആയിരിക്കും കാണിക്കുക. ചിലപ്പോൾ അതിൻ്റെ ബാക്കോട്ടുള്ള ഡേറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏത് ഡേറ്റ് വെച്ചിട്ടാണോ നമ്മൾ കമ്പനികൾ മുറിക്കേണ്ടത് ആ ഡേറ്റ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. 1/4/2019 തൊട്ടിട്ടാണ് നമുക്ക് പുതിയ കമ്പനി വേണ്ടതെങ്കിൽ അങ്ങനെ കൊടുക്കുക. 18 തൊട്ടിട്ടാണെങ്കിൽ 1/4/18 കൊടുക്കുക. അതായത് 16 മുതൽ അല്ലെങ്കിൽ 15 മുതൽ അല്ലെങ്കിൽ 2000 മുതൽ നമ്മളെ കമ്പനി 19 വരെയുള്ള ഒരു കമ്പനിയാണെങ്കിൽ, ഒറ്റ കമ്പനിയിലാണ് നമ്മൾ ചെയ്തതെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2018 വരെയുള്ള കമ്പനി വേറെ ആയിട്ടും 2018 മുതൽ മുന്നോട്ടുള്ള കമ്പനി വേറെ ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഏത് ഇയർ ആണോ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ആ ഇയർ നമ്മളിവിടെ എൻട്രി ചെയ്യുക. അതിനുശേഷം എൻട്രി ചെയ്തിട്ട് ആക്സെപ്റ്റ് ചെയ്യുക. ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതിന് തൊട്ട് മുന്നേ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ മുകളിൽ കൊടുത്തിട്ടുള്ള ഡേറ്റ് 1/4/2019, ദിസ് ഡേറ്റ് വിൽ ബിക്കം ദ ബിഗിനിങ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ഫോർ ദ ന്യൂ കമ്പനി. അതായത് ഈ കൊടുത്ത ഡേറ്റ് ആയിരിക്കും പുതിയതായിട്ട് വരുന്ന കമ്പനിയുടെ ബുക്സ് തുടങ്ങുന്ന ഡേറ്റ്. ഈ ഡേറ്റ് ആയിരിക്കും എന്നാണ് കാണിച്ചിട്ടുള്ളത്. വാലിഡ് ഡേറ്റ്, അതായത് ഏതൊക്കെ ഡേറ്റ് നമുക്കിവിടെ കൊടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. 2 ഏപ്രിൽ ടു 1 ഏപ്രിൽ 2020 വരെയുള്ള ഡേറ്റുകളിൽ ഏത് വേണമെങ്കിലും നമുക്കിവിടെ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. റെക്കമെൻഡഡ് ഡേറ്റ് ഈസ് 1 ഏപ്രിൽ 2009. അത് ജസ്റ്റ് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ തന്നതാണ്.
അടുത്തത് ദ ഫോളോയിങ് കമ്പനീസ് വിൽ ബി ക്രിയേറ്റഡ് ആൻഡ് ഓപ്പൺ. അതായത് നമ്മൾ ഓൾറെഡി ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതിൽ ആ ടെസ്റ്റ് എന്നുള്ള കമ്പനി അവിടെ തന്നെ ഉണ്ടാവും. അത് കൂടാതെ ടെസ്റ്റ് ഫ്രം 1st April 2017 എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ടാവും. സെക്കൻഡ് കമ്പനി ആയിട്ട് ടെസ്റ്റ് 1st April 2019. അതായത് ഇതാണ് ലേറ്റസ്റ്റ് കമ്പനി ആയിട്ട് വരിക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സ്പ്ലിറ്റ് ആവുന്നത് നോക്കാം. ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പോൾ നമ്മളോട് ആക്സെപ്റ്റ് എന്ന് ചോദിക്കും. ആക്സെപ്റ്റ് യെസ് അടിക്കുക. അപ്പോൾ സ്പ്ലിറ്റ് യെസ് ഓർ നോ ചോദിക്കും. ആ സ്പ്ലിറ്റ് യെസ് ഓർ നോ എന്നുള്ളത് യെസ് അടിക്കുക. അപ്പോൾ നമ്മളുടെ കമ്പനി ആ 0 to 100% പോകും. പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മളുടെ സ്ക്രീനിലേക്ക് തന്നെ വരും. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് 3 കമ്പനികൾ കാണാം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ടെസ്റ്റ് എന്നുള്ള നമ്മളുടെ ഒറിജിനൽ കമ്പനി, രണ്ടാമത്തത് ഫ്രം 1st April 2017 എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി, അതായത് 1st April 2017 to 31/3/2019 വരെയുള്ള കമ്പനിയാണത്. ലാസ്റ്റ് കാണിക്കുന്നത്, അതായത് മോളിൽ സെലക്റ്റഡ് ആയി നിൽക്കുന്നത് നമ്മളുടെ റണ്ണിങ് ആയിട്ട് വരാൻ പോകുന്ന കമ്പനി, അതായത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയാണ് ടെസ്റ്റ് ഫ്രം 1st April 2019 എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അതായത് ഈ കമ്പനി എടുത്ത് നമുക്ക് മുന്നോട്ട് നമ്മളുടെ എൻട്രികളൊക്കെ ചെയ്തു പോവാം. എസ്കേപ്പ് ചെയ്തു, ഫുള്ള് നമ്മൾ ക്ലോസ് ചെയ്യാണ്. നമ്മളുടെ സെലക്ട് കമ്പനിയിൽ നമ്മൾ പറഞ്ഞ പോലെ 3 കമ്പനികൾ കാണിക്കും. ഓൾറെഡി നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത കമ്പനിയാണ് ഫസ്റ്റ് കാണിക്കുന്നത്. രണ്ടാമത്തത് ഇവിടെ നിങ്ങൾക്ക് പീരീഡ് നോക്കിയാൽ കാണാം, 1st April 2017 മുതൽ 20 വരെയുള്ള കമ്പനിയാണ് നമ്മൾ മുകളിലുള്ളത്. രണ്ടാമത്തേൽ 1st April 2017 മുതൽ 31st March 2019 വരെയുള്ളതാണ്. മൂന്നാമത്തെ കമ്പനി 1st April 2019 മുതൽ 31/3/2020 വരെയുള്ള കമ്പനിയാണ്. അപ്പോൾ നമ്മൾ ഇനി തൊട്ട് നമ്മൾ 1st April ഓൺവേർഡ്സ് നമ്മൾ എടുക്കുക ഈ കമ്പനിയാണ്. നമ്മൾ പഴയ പാസ്വേഡും കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് സെയിം തന്നെയായിരിക്കും. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വീണ്ടും സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സ്പ്ലിറ്റ് ചെയ്യുമ്പം പീരീഡ് കൊടുക്കുമ്പോഴും അതുപോലെ തന്നെയാണ്. നമ്മൾ പീരീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മാറ്റങ്ങളും വരുന്നില്ല, ജസ്റ്റ് ആ ഡേറ്റ് മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ കംപ്ലീറ്റ് എൻട്രീസ് ചെയ്തു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ സ്പ്ലിറ്റിങ്ങിലേക്ക് പോകാവൂ. അല്ലെങ്കിൽ നിങ്ങൾ ബാക്കിൽ ചെയ്യുന്ന ഒരു ട്രാൻസാക്ഷനും അല്ലെങ്കിൽ ഒരു എൻട്രിയുടെയും എഫക്റ്റ് നമ്മളുടെ പുതിയ കമ്പനിയിൽ ഉണ്ടാവില്ല. അത് വീണ്ടും നമ്മൾ അവിടെ നിന്ന് നോക്കി അതിൻ്റെ ബാലൻസ് എത്രയാണോ മാറ്റം വരുന്നത് അത് നമ്മൾ അവിടെ നിന്ന് നോക്കിയതിന് ശേഷം പുതിയ കമ്പനിയിൽ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ എൻട്രീസും കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ എല്ലാ എൻട്രീസും കഴിഞ്ഞു എന്ന് ഏകദേശമെങ്കിലും ഉറപ്പായതിനു ശേഷം മാത്രമേ നമ്മൾ സ്പ്ലിറ്റിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.